നിങ്ങളുടെ ടെക്നിക് വെറും ഒരു പേശി പ്രശ്നത്തിൽ നിന്ന് ഗുരുതരമായ ഒരു സെർവൈക്കൽ സ്പൈൻ അബ്നോർമാലിറ്റിയിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന് നമ്മളെങ്ങനെ അറിയും? ന്യൂറോളജിക്കൽ റെഡ് ഫ്ലാഗ് സൈൻസ് നോക്കുക. അതായത് നമ്മുടെ കഴുത്തിൽ നിന്ന് കയ്യിലേക്ക് വേദന ഇറങ്ങുകയോ അല്ലെങ്കിൽ കയ്യിൽ സൂചി കൊണ്ട് കുത്തുന്ന പോലത്തെ ബുദ്ധിമുട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ കൈകൾക്കൊരു പുകച്ചിലുണ്ടാവുകയോ തോന്നുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ടെക്നിക് വെറും ഒരു മസിൽ പ്രോബ്ലത്തിൽ നിന്ന് ഡിസ്ക് തേയ്മാനത്തിലേക്കോ നെർവ് കംപ്രഷനിലേക്കോ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാന ലക്ഷണം നമ്മുടെ കൈയുടെ ഗ്രിപ്പിൻ്റെ സ്ട്രെങ്ത് കുറയുകയോ നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ അറിയാതെ വീണ് പോവുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ നെർവ് കംപ്രഷൻ മൂലം നമ്മുടെ കയ്യിലേക്കുള്ള സിഗ്നലുകൾ നോർമലി പോകുന്നതിനേക്കാൾ കുറവാണ് പോകുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വയം ചികിത്സ അപ്പം തന്നെ ഒഴിവാക്കി എത്രയും പെട്ടെന്ന് ഡോക്ടറെ സമീപിക്കുന്നതാണ് നല്ലത്. പെർമനൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്കിതിനെ എങ്ങനെ ചേർക്കാമെന്ന് നോക്കാം. ഒന്നാമതായി, നിങ്ങളുടെ കഴുത്തുകൾ മാത്രം പിന്നോട്ട് വലിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. തലയുടെ പൊസിഷൻ മാറ്റാതെ കഴുത്തുകൾ പിന്നോട്ട് വലിക്കുന്നതുകൊണ്ട് നമ്മുടെ നട്ടലിൻ്റെ നടുഭാഗത്ത് ഒരു പുതിയ പ്രഷർ പോയിൻ്റ് ഉണ്ടാവുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിന് പകരം ഐ ലെവൽ റൂൾ, അതായത് ഫോണിനെ നമ്മുടെ കണ്ണിൻ്റെ ലെവലിലേക്ക് ഉയർത്തിപ്പിടിക്കുക. നമ്മുടെ കൈക്ക് സപ്പോർട്ടില്ലെങ്കിൽ അത് വാരിയിലേക്ക് ചേർത്ത് വെക്കുകയോ ടേബിൾ റെസ്റ്റ് ചെയ്യുകയോ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കഴുത്തിന് മുൻഭാഗത്തുള്ള മസിലുകൾ വരുന്ന ലോഡും പിൻഭാഗത്തുള്ള മസിലുകളുടെ ലോഡും കുറയാൻ സഹായിക്കും. രണ്ടാമതായി, കഴുത്തിൻ്റെ മുൻഭാഗത്തുള്ള പേശികളെ കൂടുതൽ സജീവമാക്കാൻ വേണ്ടി ചിൻ ടക്ക് ഫോളോ ചെയ്യുക. അതായത് താഴേക്ക് നോക്കാതെ നേരെ നോക്കിയിട്ട് കഴുത്തിന് മാത്രം പിന്നോട്ട് സ്ലൈഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ പിടിച്ചിട്ട് 5 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിനു ശേഷം റിലീസ് ചെയ്യുക. ഇതുകൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ മുൻഭാഗത്തുള്ള മസിലുകൾ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുകയും പിൻവശത്തുള്ള മസിലുകൾ സ്ട്രെച്ച് ആവുകയും ചെയ്യും. അതോടെ ഈ വേദന കുറയാൻ സഹായിക്കും. മൂന്നാമതായി, 30 മിനിറ്റ് റീസെറ്റ്. 30 മിനിറ്റ് സ്ക്രീനിലേക്ക് നോക്കിയിരുന്നതിന് ശേഷം ഒരേ ഇരിപ്പ് തുടരാതെ എഴുന്നേറ്റ് നിന്ന് കൈകൾ പിന്നിൽ വിരലുകൾ കോർത്ത് വെച്ചിട്ട് നെഞ്ച് വിരിച്ച് നിന്ന് മേൽക്കൂരയിലേക്ക് നോക്കി 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതോടെ നമ്മുടെ ഈ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന വളവ് നിവരാൻ സഹായിക്കും. മാത്രമല്ല കഴുത്തിന് മുൻവശത്തുള്ള മസിലുകൾക്ക് റെസ്റ്റ് കൊടുക്കുകയും ചെയ്യും. സ്ക്രീനുകൾ കൺമുന്നിലേക്ക് ഉയർത്തുക. അരമണിക്കൂറിലധികമുള്ള ഒരേ ഇരിപ്പ് നിർത്തുക. കഴുത്തിൻ്റെ പേശികളെ ശക്തമാക്കാനുള്ള എക്സസൈസുകൾ തുടങ്ങുക. നിങ്ങളുടെ ശരീരം അതിൻ്റെ ഘടന എന്നേക്കുമായി മാറ്റുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇരിപ്പ് രീതി എത്രയും പെട്ടെന്ന് ശരിയാക്കുക.